ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ഇടം നേടിയ സഞ്ജു സാംസൺ ബംഗ്ലാദേശുമായുള്ള സന്നാഹ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയെങ്കിലും താരത്തിന് 6 പന്തിൽ 1 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞൂ. താരത്തിന് ലഭിച്ചത് മികച്ച അവസരമായിട്ട് പോലും താരം അത് പാഴാക്കിയിരിക്കുകയാണ്. എന്നാൽ 3-ാം നമ്പറിൽ ഇറങ്ങിയ ഋഷഭ് പന്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 32 പന്തിൽ താരം 53 റൺസാണ് നേടിയത്. താരമാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. മത്സരത്തെക്കുറിച്ച് സംസാരിച്ച മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: വിക്കറ്റ് കീപ്പിംഗിൽ രണ്ടുപേരുടെയും കഴിവ് താരതമ്യം ചെയ്യുമ്പോൾ ഋഷഭ് പന്ത് തന്നെയാണ് മുൻപിൽ. ബാറ്റിംഗിൽ അവസാന 3 മത്സരത്തിൽ ഋഷഭ് പന്ത് മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സഞ്ജു സാംസൺ കിട്ടിയ അവസരം മുതലാക്കിയില്ലെന്നും താരം പറഞ്ഞു. താരം ഒരു 50 അല്ലെങ്കിൽ 60 റൺസ് നേടുമായിരുന്നെങ്കിൽ താരത്തിന്റെ സ്ഥാനം പ്ലേയിങ് 11-ൽ ഉറപ്പിക്കാമായിരുന്നു. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ മികച്ച ഫോമിലല്ല. ഇനി ടീം മാനേജ്മെന്റിന്റെ പിന്തുണ ഋഷഭ് പന്തിനാവും ഉണ്ടാവുകയെന്നും താരം പറഞ്ഞു. ഇനി വിരാട് കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗായി വിരാട് കോഹ്ലി ആയിരിക്കും ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസൺ ഇടം പിടിക്കാനുള്ള സാധ്യത കുറവാണ്. തീരെ ആത്മവിശ്വാസമില്ലാതെയാണ് താരം സന്നാഹ മത്സരത്തിൽ ബാറ്റ് ചെയ്തത് എന്ന് തന്നെ വ്യക്തമാണ്. ഹർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. ഹർദിക് പാണ്ഡ്യ IPL ഫോം ഔട്ടായിരുന്നെങ്കിലും ഇന്ത്യൻ ജേഴ്സിയിൽ താരം മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. വിരാട് കോഹ്ലി മടങ്ങിയെത്തുന്നതോടെ ഓപ്പണിംഗ് ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. 3-ാം നമ്പറിൽ സഞ്ജു സാംസൺ ഇടം നൽകണമെന്നാണ് ആരാധകർ പറയുന്നത്. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവും 5-ാം നമ്പറിൽ ഋഷഭ് പന്തുമാകണം ബാറ്റ് ചെയ്യേണ്ടത്. ശിവം ദുബെയും ഹർദിക് പാണ്ഡ്യയും പ്ലേയിങ് 11-ൽ കളിപ്പിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ പുറത്തിരിക്കേണ്ടി വരും. സഞ്ജു സാംസണ് കിട്ടിയുള്ള അവസരങ്ങൾ മലയാളി താരങ്ങൾക്ക് കിട്ടുക കുറവാണ്. ഈ കിട്ടിയ അവസരം മുതലാക്കിയിരുന്നെങ്കിൽ പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പിക്കാമായിരുന്നു. ഇനിയുള്ള അവസരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കട്ടെ. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.